നമസ്കാരം പ്രിയമുള്ളവരെ, ഗസ ഒരു ദുരിതപർവമായി തന്നെ തുടരുന്നു എന്ന വാർത്തകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഗസയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ വരെ ഇസ്രായേലി സൈന്യം ഗസ നിവാസികളെ കൊന്നൊടുക്കുന്നതിനുള്ള ഉപാധിയായി സ്വീകരിച്ചു കഴിഞ്ഞു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പരമപ്രധാനം. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ ആഹാരം വാങ്ങിക്കുന്നതിന് വേണ്ടി കാത്തുനിന്ന ഫലസ്തീൻ്റെ ഏറ്റവും പ്രശസ്തനായ ഫുട്ബോളർ സുലൈമാൻ ഒബൈദ് ഇസ്രായേലി പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത്. അങ്ങനെ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും കൊല ചെയ്യപ്പെടുന്നതെന്ന വാർത്ത പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ, അവൻ ഈ ആഹാരം വിതരണം ചെയ്യുന്ന ട്രക്കിൽ പാഞ്ഞു കയറി ആഹാരം എടുത്തു താഴെ ഇറങ്ങുന്നതിനിടയിൽ കൂടി നിന്ന അവനെ വെട്ടി വീഴ്ത്തി. കാരണം അവൻ വഹിച്ചിരുന്ന ഒരു പാക്കറ്റ് ആട്ടയ്ക്ക് വേണ്ടി. അങ്ങനെയാണിപ്പോൾ ഫലസ്തീനിൽ കൊലപാതകങ്ങൾ നടക്കുക എന്ന് പറയുന്നു. കാരണം അത്രത്തോളം കടുത്ത പട്ടിണിയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ആഹാരങ്ങൾ കൊണ്ട് ഒന്നും തികയുന്നില്ല. മിക്കപ്പോഴും 10,000-കണക്കിന് ട്രക്കുകളാണ് ഈജിപ്തിൽ കാത്തു നിൽക്കുന്നതെങ്കിലും അവയ്ക്ക് ഒന്നിനും കടന്നു വരുവാനുള്ള അനുവാദം ലഭിക്കുന്നില്ല. വളരെ പരിമിതമായ ട്രക്കുകൾ മാത്രമാണ് ഗസയിലേക്ക് കടന്നു വരുവാൻ അനുവാദം ലഭിക്കുന്നത്. അതുതന്നെ അവർക്ക് വേണ്ട ആഹാരത്തിൻ്റെ 100% മാത്രമേ ആകുന്നുള്ളൂ. മിക്കപ്പോഴും ഇത്തരം ആഹാരങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വളരെ കൂട്ടമായിട്ട് ആക്രമിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതായത് ഈ എല്ലാ നിയന്ത്രണങ്ങളെയും തെറ്റിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്ന ജനവിഭാഗം അത് കരസ്ഥമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും. ചിലപ്പോഴൊക്കെ ആർക്കെങ്കിലും കിട്ടും. ആ കിട്ടുന്ന ആളുകൾ തന്നെ ജീവനോടെ വീട്ടിലെത്തപ്പെടുമോ എന്ന ഒരു അവസ്ഥ അത് സംശയാസ്പദമാണ്. കാരണം മിക്കപ്പോഴും വഴിയിൽ വെച്ച് ഒരു പാക്കറ്റ് മൈദയ്ക്കോ അല്ലെങ്കിൽ ആട്ടയ്ക്കോ വേണ്ടി ആളുകൾ ആക്രമിക്കപ്പെടുന്നു, കൊല ചെയ്യപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. മിക്കപ്പോഴും ഈ അച്ഛനും അമ്മയും ഒക്കെ ഇസ്രായേലി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചെറിയ മക്കൾ ഒക്കെയാണ് ഈ ആഹാര പദാർത്ഥങ്ങൾ വാങ്ങിക്കുവാനൊക്കെ എത്തുന്നത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അവർക്ക് തിരിച്ച് അവരുടെ ടെൻറ്റിലെത്തുവാൻ കഴിയുമോ എന്ന രീതിയിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ. മിക്കപ്പോഴും അവർ ഒരു പാക്കറ്റ് ആട്ടയ്ക്കോ മൈദയ്ക്കോ ഒക്കെ വേണ്ടി കൊല ചെയ്യപ്പെടുന്നു എന്ന വലിയ വസ്തുത തന്നെയാണ് മാധ്യമങ്ങളൊക്കെ വിശകലനം ചെയ്തത്. പ്രത്യേകിച്ചും ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെ ഗസയിൽ പോയിരിക്കുന്നു. വെറും പട്ടിണി മാത്രം, വിശപ്പ് മാത്രമാണ് അവരുടെ വിഷയം എന്ന രീതിയിൽ ചർച്ച വരികയാണ്. കാരണം വിശപ്പ് അത് അധികരിച്ചാൽ ആരാണ് എതിർഭാഗത്തുള്ളത് നോക്കുന്നില്ല, തങ്ങളുടെ അയൽക്കാരനാണോ ബന്ധുവാണോ എന്നൊന്നും നോക്കുന്നില്ല. അവൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് മൈദയോ ആട്ടയോ ഉണ്ടെങ്കിൽ അവനെ കൊന്നുപോലും ആ ആട്ടയും മൈദയും കരസ്ഥമാക്കുവാൻ ഗസക്കാർ നിർബന്ധിതരാകുന്നു എന്ന വാർത്ത ഇന്ന് മാധ്യമം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം മീഡിയ കൊണ്ടും അതുമായി സംബന്ധിച്ച വീഡിയോകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ വാർത്ത. എന്തായാലും ഗസ എന്ന് പറയുന്നത് ഒരു പട്ടിണി തുരുത്തായി മാറിയിരിക്കുന്നു എന്ന വലിയ ദുഃഖകരമായ വാർത്ത തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പട്ടിണിക്കിട്ട് ഗസ നിവാസികളെ വരുതിയിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടരുന്നു, ഇസ്രായേലിൻ്റെ പട്ടിണി യുദ്ധം തുടരുന്നു എന്ന വാർത്ത തന്നെയാണ് മാധ്യമങ്ങളിൽ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് നിലനിൽക്കുന്നത്. നിൽക്കുന്നത്. ലോകം നിസ്സഹമായി അത് നോക്കി നിൽക്കുന്നു. ചിലയിടത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എങ്കിലും ഏറ്റവും പരമപ്രധാനമായി ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു സമയത്ത് ലോകം കൂടുതൽ നിശ്ചലമാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും ഒരു പ്രദേശത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സേനയൊക്കെ ഇറങ്ങേണ്ട ഒരു സമയം അധികരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോകത്തിൻ്റെ ഇസ്രായേലല്ല, ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യമായിരുന്നു ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ സൈനിക നടപടികൾ ഉണ്ടായേനെ എന്നത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഇസ്രായേലിനെ ഒരു പരിധിവരെയൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു എന്നതും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. മറ്റൊന്ന്, ഇപ്പോഴും ഫലസ്തീൻ്റെ ചില പ്രദേശങ്ങളിലൊക്കെ ഹമാസിൻ്റെ സാന്നിധ്യം ഉള്ളതായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെയൊക്കെ റിപ്പോർട്ടുകൾ വരികയാണ്. അൽജല സ്ട്രീറ്റിൽ ഇന്നലെ ഹമാസിൻ്റെ സൈനികർ അവിടെ ഈ കൊള്ള അടിച്ച ആളുകളെയൊക്കെ പിടിച്ചു എന്ന രീതിയിലും അവർ അവിടെ റോന്ത് ചുറ്റിയിൽ എന്നും ഇതൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലി സൈന്യവും ഹമാസ് പോരാളികളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു, അവരിൽ ചിലരെ ബന്ദികളാക്കി എന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വരികയാണ്. എന്തായാലും ഗസയെ സംബന്ധിച്ച് പ്രതിരോധത്തിൻ്റെയും ഒപ്പം പട്ടിണിയുടെയും ദിനങ്ങളാണ് കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.